എല്ലാവർക്കും നമ്മുടെ നമോവാദം. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് മഞ്ജു വാര്യരുടെ വീട്ടിലേക്കാണ്. അപ്പൊ മഞ്ജു വാര്യരുടെ നമ്മളെ തട്ടുകടയ്ക്കൊക്കെ കൊണ്ടുപോകാന്ന് പുള്ളി ഇത്. അപ്പൊ നമുക്ക് നേരെ തട്ടുകടയ്ക്ക് പോവാം. അപ്പൊ നമ്മൾ വണ്ടി എടുക്കാണ്. ഞായറാഴ്ചയാണ്, അതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും തിരക്കുണ്ട്. അവിടെ മുയലുണ്ട്, നോക്കൂ, ബോട്ടുണ്ട്, ബോട്ടുണ്ട്, മീൻമുട്ടുണ്ട്, എല്ലാം ഉണ്ട്. നിനക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ട്. വലിയ അവിടെ കൊള്ളിണ്ട്, പക്ഷെ നിനക്ക് കൊള്ളി ഇഷ്ടമല്ലേ പറഞ്ഞ. കൊള്ളി ഞാൻ കഴിക്കും, നീ കഴിക്കരുത്. കൊള്ളി ഇഷ്ടമല്ലാതെ പറഞ്ഞേക്കണം. പിന്നെ അവിടെ എരിവുണ്ട്, ചിക്കൻ ഉണ്ട്, മീൻമുട്ട ഉണ്ട്. അപ്പൊ ഗൈസ്, ഇത് പുള്ളാണ് ഗൈസ്, പുള്ള്. കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് ഗൈസ് ഇത്. നല്ല കാറ്റാണ് ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മൾ മഞ്ജു വാര്യരുടെ വീട്ടിലെത്തി. പക്ഷെ മഞ്ജു വാര്യരോട് പോയൊക്കെയാണ് ഗൈസ്. അപ്പൊ നമുക്ക് മഞ്ജു വാര്യരെ കൂട്ടാണ്ട് നമുക്ക് തട്ടുകടയിൽ പോവാം ഗൈസ്. അപ്പൊ ഗൈസ്, മഞ്ജു വാര്യർ പോയി ഗൈസ്. നമുക്ക് മഞ്ജു വാര്യനെ കൂട്ടാണ്ട് നേരെ തട്ടുകടയ്ക്ക് പോവാം. അപ്പൊ ഗൈസ്, നമ്മൾ തട്ടുകടയ്ക്ക് എത്തുകയാണ്. നല്ല മഴക്കാരുണ്ട് ഗൈസ്. ചിലപ്പോ മഴയത്തൊക്കെ ആയിരിക്കും നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരിക. പിന്നെ നല്ല തിരക്കുണ്ടെന്നാണ് തോന്നുന്നത്. വരുന്ന വണ്ടികളുണ്ടെന്ന് നോക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് തട്ടുകടയിൽ എത്തിക്കിട്ട് കാണും ഗൈസ്. ഇവൻ അന്യനാണ് ഗൈസ്, അന്യൻ. ക്യാമറയുടെ മുമ്പിൽ ഒരു ബസ് സ്വഭാവം മാറും ഗൈസ്. കണ്ട 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 സ്വഭാവം ഇങ്ങനെ ഗൈസ്. പിന്നെ അന്യനാണ് നല്ല തിരക്കാണ് ഗൈസ്. ഇവിടെ നല്ല തിരക്കാണ്. വണ്ടികൾ കുറെ ഉണ്ട് ഗൈസ്, വണ്ടികൾ കുറെ ഉണ്ട്. പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല ഗൈസ്. നമുക്ക് അവിടെ കുറെ തട്ടുകടകളുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. പുള്ളി വരുമ്പോ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ തട്ടുകടയിലൊക്കെ കയറി ഭക്ഷണം കഴിച്ചിട്ട് പോകണം ഗൈസ്. അപ്പൊ നമ്മള് ഉള്ളിലെത്തി ഗൈസ്. ഇനി നമുക്ക് നേരെ തട്ടുകടയ്ക്ക് പോകാം. ചിക്കൻ, ചിക്കൻ പാൽസ്, കക്ക. മുയലുണ്ടോ? മുയലുണ്ടോ? പിന്നെ ചിക്കനും കൊള്ളി, പിന്നെ എന്തിനാണ് കരിഞ്ഞീനും മുട്ടയും. പിന്നെ ചില്ലറുണ്ട് 20-ന്റെ.
ഇപ്പൊ 2 മിനിറ്റ് എടുത്തത് ഇല്ല ചില്ലറില്ല. എത്രയുണ്ട്? ബാക്കി 50 രൂപ 80 50 ചിക്കൻ്റെ കൊണ്ടല്ലേ പറഞ്ഞു. പുള്ളിയാണോ മുട്ടയാണോ നല്ല കല്ലുമായാലും മുട്ടയാണോ? അപ്പോൾ മുട്ട കേട്ടോ. ഇപ്പോൾ ഇത് കഴിച്ചിട്ട് മതി. അവിടെ ഒരു താറാവ് കൊടുക്കാണ്ട് നേരെ ചേട്ടാ ഇരിക്കുന്നു. അവരുടെ താറാവ് എടുത്തിട്ട് മതിയാ. മറ്റേത് നല്ല ചൂടുണ്ട് കേസ്. ചിക്കനും കൊള്ളിയാണ് കേസ്. ഇത് നല്ല ചൂടുണ്ട്. മുകളിൽ സവാളയൊക്കെ നല്ല കടിക്കുമ്പോൾ നല്ല രസമുണ്ട്. ബഗ്ഗുന് വേണ്ടെന്നാണ് കേസ് പറയുന്നത്. അപ്പോൾ ഗൈസ് ഇത് ഈരക്കൊലയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എടുത്തു നോക്കാം. മട്ടൻ്റെ പീസുകളാണ്, പാർട്സുകളാണ് ഈരക്കൊല. പിന്നെ സവാളയാണ് ഇതിൽ എല്ലാത്തിൻ്റെയും ഹൈലൈറ്റ്. എല്ലാത്തിൻ്റെയും മുകളിൽ സവാള ഉണ്ട് ഗൈസ്. നമുക്ക് സവാള മാത്രം കഴിക്കാം. ബഗ്ഗു വരണം കഴിക്കില്ല ഗൈസ്. അപ്പോൾ ബഗ്ഗൊന്നും കഴിക്കണ്ട. എനിക്ക് എന്താണെന്ന് അറിയില്ല ഗൈസ്.
വലിമീനും മുട്ടയാണ്. അപ്പൊ ഗൈസ് ഇത് കല്ലുമ്മക്കായാണ്. അപ്പൊ എന്തായാലും കഴിച്ചു നോക്കാം. കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് ഇതാക്കാം. ഉള്ളിൻ്റെ നല്ല ഫ്ലേവറൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ കല്ലുമ്മക്കായൻ്റെ കടിക്കാൻ കിട്ടുന്ന പീസുകളും നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെന്തായാലും ഇവിടുത്തെ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെന്തായാലും വന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇതൊക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് അവിടെ പട്ടി ഉണ്ടായതുകൊണ്ടാണ് ഒന്നും കഴിക്കാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ മീൻമുട്ട കഴിക്കാൻ പോവുകയാണ്. കഴിച്ചോ. എങ്ങനെയുണ്ട്? മുട്ടേൻ്റെ ഇതൊക്കെ കിട്ടുന്നുണ്ടോ? അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടി ചിക്കനായിട്ട് എടുത്ത് പൊള്ളി കഴിക്കാൻ പോവാണ്. ചിക്കൻ്റെ എല്ലുണ്ട് ഗൈസ്, അത് നിങ്ങൾ സൂക്ഷിക്കണം. ഉള്ളി വന്നപ്പോൾ നിറച്ച് നെല്ല്, പക്ഷെ ഇപ്പം നിറച്ച് വെള്ളമൊക്കെ. നിങ്ങൾ ഇപ്പോൾ ഗൈസ് ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഉള്ളെന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരണം. പിന്നെ തട്ടുകട നമ്മുടെ ഗൈസ് പേര് പറഞ്ഞാൽ സന്തോഷമായിട്ടിൻ്റെ തട്ടുകടയിൽ വരണം. പിന്നെ ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കാണണം. നിങ്ങൾ ഒരിക്കലെങ്കിലും കേരളത്തിൽ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുള്ളി. അപ്പോൾ ഗൈസ് നമ്മൾ പുള്ളിയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട്. നല്ല ഇരുവായിരുന്നു. അവിടെ മുയലുണ്ട് എന്താ എല്ലാ ഇറച്ചിയുണ്ട് ഗൈസ്. കിട്ടാൻ എല്ലാ ഇറച്ചിയുണ്ട്. നിങ്ങൾ എന്തായാലും പോയി കഴിക്കുക. സന്തോഷം. എല്ലാ ഇറച്ചിയൊന്നുമില്ല, കുറച്ച് മയിൽ ഇറച്ചി അതൊന്നും ഇല്ല. മയിലിറച്ചി ഇന്ത്യ ബ്രാൻഡാണ്. എന്തൊക്കെയാ പറയണത്? ആ പാമ്പിറച്ചില്ല. അതൊന്നും കുഴപ്പമില്ല, കഴിക്കാൻ പറ്റണില്ല. മുതലിറച്ചില്ല, തായ്ലാൻഡിലത്തെ. അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നീ തായ്ലാൻഡിൽ പോയി കഴിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ പുള്ളിയിൽ നിന്ന് കഴിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് ഗൈസ്, റോട്ടിലൊക്കെ നല്ല തിരക്കുണ്ട്. പിന്നെ ഇവിടുത്തെ വ്യൂ ആണ് ഏറ്റവും ഭംഗിയുള്ളത്. സൂര്യാസ്തമയൊക്കെ കാണാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ വരാം. അത് കൊടുങ്ങല്ലൂരാണ്. അത് കൊടുങ്ങല്ലൂർ, അത് തിരുവനന്തപുരം, അത് തൃശ്ശൂർ, എല്ലാം വല്ല. അതാണ് തൃശ്ശൂർ. മറ്റേതെന്തോ സ്ഥലം. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് അടിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കമന്റ് അടുപ്പിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബെല്ലടിക്കാൻ ആരും മറക്കരുത്. ബെല്ലടിക്കണം. അപ്പോൾ ഗൈസ് ബഗ് ഓഫ് ആയി പോയതിന്റെ കാര്യം അറിയോ? കുറെ പെണ്ണുകളെ റോട്ടിൽ കൂടെ. അപ്പൊ എല്ലാവർക്കും നമോഭാഗം.